Hello everyone. Macroeconomics 2 മൊഡ്യൂൾ 2 ആയിട്ടുള്ള തിയറീസ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഫ്ലേഷനും അതിൻ്റെ ടൈപ്സും പിന്നെ കുറച്ച് തിയറീസും നമ്മുടെ ഡിമാൻഡ് പൂൾ തിയറിയും അതുപോലെ ക്ലാസിക്കൽ തിയറിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കെയ്ൻസ് തിയറി ഓഫ് ഇൻഫ്ലേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷണറി ഗ്യാപ്പിനെ കുറിച്ചിട്ടാണ്. സോ കെയ്ൻസ് തിയറി എന്ന് നമുക്ക് എന്താണെന്നറിയാം. അതായത് ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിലും അഗ്രിഗേറ്റ് സപ്ലൈയിലും ഉണ്ടാവുന്ന ഒരുപാട് ചേഞ്ചസ് ആണെന്നൊക്കെ നമുക്ക് കെയ്ൻസ് തിയറി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിന് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ റിയൽ ജി ഡി പിയും പൊട്ടൻഷ്യൽ ജി ഡി പിയും തമ്മിലുള്ള, അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റിലുള്ള ഇത് തമ്മിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഇനി ഈ ഒരു കെയ്ൻസിൻ്റെ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫ്ലേഷണറി ഗ്യാപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ് സൈക്കിളിനെയാണ്, ഒരു സ്റ്റേജിൻ്റെ ബിസിനസ് സൈക്കിളാണ്. എക്കോണമി എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഗ്രോ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അബണ്ടൻസ് ഓഫ് മണി സർക്കുലേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കൺസ്യൂമറിൻ്റെ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഹയർ ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാകുമ്പോൾ കൺസ്യൂമറിൻ്റെ സ്പെൻഡിങ്ങും ഇൻക്രീസ് ആവും. അതിലൂടെ ഒരു ഇൻഫ്ലേഷണറി ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ Keynes described inflation as happening when there is too much demand in the economy. എക്കോണമിയിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ടാവുന്ന സമയത്താണ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്രിയേറ്റിംഗ് വാട്ട് ഹി കോൾഡ് ആൻ ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. അപ്പോൾ ഇതിന് അദ്ദേഹം ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് ഗ്യാപ്പ് ഒക്കേഴ്സ് വെൻ എക്സ്പെക്റ്റഡ് സ്പെൻഡിങ് സർപാസസ് ദ അവൈലബിൾ ഔട്ട്പുട്ട് അറ്റ് എ ബേസ് പ്രൈസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട്, അതായത് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്പെൻഡിങ് നടക്കുമ്പോൾ, അതായത് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസസിൻ്റെ മുകളിൽ കൂടുതലായിട്ടുള്ള സ്പെൻഡിങ്, അതായത് എക്സസ് അല്ലെങ്കിൽ ഒരു ഗോ ബിയോണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലൊരു സ്പെൻഡിങ് നടക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എന്നാണ് കെയ്ൻസ് പറയുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഇൻകം കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ കൺസംഷൻ, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇൻ എ ഗ്രാഫ് വെർ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ വെർട്ടിക്കൽ ആക്സിസ് ആൻഡ് ദ ഇൻകം ഇൻ ദ ഹൊറിസോണ്ടൽ ആക്സിസ്. This equilibrium income is yn, where the C plus I curve intersect the C plus S curve at the point EA. So ഇവിടെ y1 എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു കേർവ് ഉണ്ടാവുമല്ലോ, അത് വളരെ സന്തുലിതമായിട്ട് നിൽക്കുന്ന ഒരു കേർവാണ്. അത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ C പ്ലസ് എസ് എന്ന് പറഞ്ഞിട്ടൊരു കേർവ് വരുന്നുണ്ട്. ഈ C പ്ലസ് എസ് എന്ന് പറയുന്നത് കൺസംഷൻ പ്ലസ് സേവിങ് ആണ് അല്ലേ. അപ്പോൾ ഈ കൺസംഷൻ പ്ലസ് സേവിങ് എന്ന് പറയുന്നത് ഈ y1നെ E1ൽ വെച്ചിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഓർത്തു വയ്ക്കാം. അപ്പോൾ C എന്ന് പറയുന്നു, C പ്ലസ് I എന്ന് പറയുന്നു, C പ്ലസ് I1 എന്ന് പറയുന്ന 3 കേർവ്സ് ഈ സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കൺസംഷൻ പ്ലസ് സേവിങ് എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് E1ലാണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when total spending in the economy goes up, the C plus I curve shift up to become a C plus I1 curve. The new curve intersect the 45-degree line at E1. അതായത് നമ്മൾ ഈ C പ്ലസ് I എന്ന് പറയുന്ന ഒരു കേർവ് ഉണ്ടല്ലോ, അതായത് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ നമ്മുടെ സ്പെൻഡിങ് എന്ന് പറയുന്ന അവിടെ നിൽക്കുമ്പോൾ ഈ ഡിമാൻഡിനനുസരിച്ചിട്ട് ഈ C പ്ലസ് I എന്ന് പറയുന്നത് ഒന്ന് ഇൻക്രീസ് ആവുകയും C പ്ലസ് I1ലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ I1ലേക്ക് മാറുന്ന സമയത്ത് 45 ഡിഗ്രിയിൽ വരുന്ന C പ്ലസ് എസ് എന്ന് പറയുന്ന ഈ കർവ് എന്ത് ചെയ്യുന്നുണ്ട്, E1ലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അത് മറക്കരുത്. സോ available output is E0 Y0 which is less than the total spending in the E1 Y1. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോഴും എന്താണ്, കറക്റ്റ് ആ ഉള്ളത് എത്രയാണോ അതിനനുസരിച്ച് മാത്രമാണ് നിൽക്കുന്നത് ഔട്ട്പുട്ട്. പക്ഷേ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നതൊക്കെ കൂടുകയും കൺസംഷനും സേവിങ്, അതായത് നമ്മുടെ സ്പെൻഡിങ് ഒക്കെ കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ E0 Y0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഈ E0, അതായത് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പോയിൻ്റാണ് E0. അപ്പോൾ Y0 E0 എന്ന് പറയുന്നതിൽ എന്നാണ് ആ അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് E0 Y0യിൽ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ Y1 E1നേക്കാളും എന്ത് ചെയ്യാണ്, ചിലവിനേക്കാൾ, മൊത്തം ചിലവിനേക്കാളും കുറവാണ് ഈ ഒരു ഭാഗത്ത് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ E0 എന്ന് പറയുന്നത് പിന്നെയുള്ള E2നും
അതായത് E0നും E2നും ഇടയിലുണ്ടാവുന്ന ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ പറയുന്നത് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ E0യും ഈ E2വും എന്ന് പറയുന്നത് തുല്യമാണ് എന്നും, അതായത് ഇതിൻ്റെ ചെലവിടവൽ അതായത് എത്രത്തോളം അത് ചെലവ് വരുന്നു എന്നത് പറയുന്നത് വരുമാനത്തിനേക്കാൾ കൂടുതലാവുന്നതുകൊണ്ട് നമ്മുടെ എക്കോണമിയിൽ അധികമായിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് പണപ്പെരുപ്പത്തിലേക്ക്, ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ E0 to E2 വരെയുള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. Since spending exceeds income, there is excess demand in the economy. അതായത് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇൻകത്തിനേക്കാളും എക്സീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലാവുന്നു, എക്സസ് ആവുന്നു. സോ ലീഡിങ് ടു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. സോ അവിടെ ഒരു എന്താണ് ഡിമാൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലേഷനിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വന്നിട്ടുള്ള ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ത് ചെയ്യണം, നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. This can be done through government policies like reducing spending on increasing taxes known as contractionary fiscal policy, or reducing the amount of money in the economy and increasing interest rates known as കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. അതായത് ഇന്ന് ഈ ഒരു ഇൻഫ്ലേഷണറി ഗ്യാപ്പ് നമ്മൾ ഇല്ലാണ്ടാക്കണമല്ലോ, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അതായത് അതിന് മോണിറ്ററി പോളിസി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവരെന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യാണ് സ്പെൻഡിങ്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യും, ടാക്സസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു കോൺട്രാക്ഷണറി, ഒരു ഫിസിക്കൽ പോളിസി എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത് പലതരത്തിലുള്ള രീതിയിൽ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുക, അതുപോലെ സർക്കാർ നയങ്ങളിലൂടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ എക്കോണമിയിൽ എന്ത് ചെയ്യുക, പണത്തിൻ്റെ അളവ് കുറയ്ക്കുക. ഇതിലൂടെയാണ് നമുക്ക് ഈ ഒരു ഇൻഫ്ലേഷണറി ഗ്യാപ്പ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഇതാണ് നമ്മുടെ കെയ്ൻസ് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ഡിമാൻഡ് ഉള്ളപ്പോൾ, വളരെയധികം ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു. അതാണ് കെയ്ൻസ് ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചു. ഇവിടെ ഇൻകവും അതുപോലെ കൺസംഷനും സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് E0 to E2 വരെയുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ C+I നിന്ന് നമ്മുടെ സ്പെൻഡിങ് C+I1 പോകുന്നു. പക്ഷേ നമ്മുടെ കൺസംഷൻ, നമ്മുടെ C+S എന്ന് പറയുന്നത് അവിടെ 45 ഡിഗ്രിയിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. E1 അത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ E2 അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ E0 to E2 എന്ന് പറയുന്ന ഈ ഒരു ഗ്യാപ്പിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചെലവിടൽ എന്ന് പറയുന്നത് വരുമാനത്തെക്കാളും കൂടുതലാവുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, സമ്പദ് വ്യവസ്ഥയിൽ കുറച്ചുകൂടി ഡിമാൻഡ് കൂടുകയാണ്. ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതിന് ഗവൺമെൻറ് പോളിസീസ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരൊരു പരിഹാരമായിട്ട് വരെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. അതായത് സപ്ലൈ സൈഡിൽ ഉണ്ടാവുന്ന ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. Cost push inflation happens when prices go up because the cost of production increase. അപ്പോൾ നമ്മുടെ ഈ ഒരു കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പാദന ചെലവ്, നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നത് മൂലം വില ഉയരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു വേജ് പുഷ് ഇൻഫ്ലേഷൻ ആൻഡ് പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്നും പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞു, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ പറഞ്ഞപ്പോൾ ഡിമാൻഡ് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിമാൻഡ് കൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് ആണ്, അതിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു. ഇനി അതുപോലെ തന്നെയായിരിക്കും വേജ് പുഷ് ഇൻഫ്ലേഷനും പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷനും. സോ വേജ് പുഷ് ഇൻഫ്ലേഷൻ കംസ് ഫ്രം റൈസിങ് വേജസ്, അതായത് വേജസ് ഇൻക്രീസ് ചെയ്യുക, അതായത് വേതനം എന്ന് പറയുന്നത് അതിൻ്റെ വർധനവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറേ നാൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഓണേഴ്സും അതുപോലെ ഈ വർക്കേഴ്സും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ തൊഴിലാളി യൂണിയൻസ് എന്ന് പറയുന്നത് വളരെയധികം ശക്തമാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അധികമായിട്ടുള്ള ഡിമാൻഡ് ഇല്ലാതെ തന്നെ അവരെന്ത് ചെയ്യും, ഉയർന്ന വേതനത്തിന് വേണ്ടിയിട്ട് അവർ
സ്ട്രഗ്ലിങ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയധികം റെമ്യൂണറേഷൻ കൂടണം, ഞങ്ങൾക്ക് വേജ് കൂടണം എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വേതനം എന്ന് പറയുന്നത് അവർ ഇൻക്രീസ് ആക്കും. അതായത് നല്ല തൊഴിലാളി യൂണിയൻ ഉണ്ടാണെങ്കിൽ, അതായത് നമുക്കറിയാം ലേബർ അസോസിയേഷൻസ് അല്ലെങ്കിൽ ലേബർ യൂണിയൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നല്ല രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വേതനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വേതനം, അതായത് വേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവിടുത്തെ വിലയും കൂടും. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഹവർ ഇൻ ആൻ എക്കോണമി വേർ വേജസ് ആർ സെറ്റപ്പ് ബൈ കോമ്പറ്റിറ്റീവ് ഫോഴ്സസ് വേജ് പുഷ് ഇൻഫ്ലേഷൻ ഈസ് നോട്ട് ലൈക്ലി. അപ്പോൾ നമുക്കറിയാം വേതനം എന്ന് പറയുന്നത് വേജ് വർദ്ധിപ്പിക്കുന്നത് മൂലമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വേജ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ്, അതായത് പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് കൊണ്ട് വേതനം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്ന ഒരു എക്കോണമിയിൽ നിന്ന് നമ്മൾ ഈ ഒരു വേതന വർധനവ്, അതായത് നമ്മളിപ്പോൾ പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു പ്രൊഡക്ഷന് നല്ല ഡിമാൻഡ് ഉണ്ടാവുന്ന സമയമാണ്, അപ്പോൾ അതിന് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊന്നും വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാവില്ല. പക്ഷേ തൊഴിലാളികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെയാണ് അവിടെ വേതനം മാറുള്ളൂ. പക്ഷെ ഒരു യൂണിയന് വേതനം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് എത്രത്തോളം തൊഴിലാളികളെ ആവശ്യമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഫുൾ മാനുവൽ ആയിട്ടുള്ള വർക്കിംഗ് ആണ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ തൊഴിലാളികളെ മസ്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള കുറച്ച് ജോബൊക്കെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോഴും തൊഴിലാളികൾ മസ്റ്റാണ്. ആ സമയത്ത് നമ്മൾ പറയണം ഈ വേജ് ഇൻക്രീസ് ചെയ്ത് തന്നില്ലെങ്കിൽ നമ്മൾ പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻക്രീസ് ചെയ്ത് തന്നേ പറ്റൂ. അവിടെ തൊഴിലാളി യൂണിയൻ അവിടെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്ത് തന്നേ പറ്റൂ. പക്ഷേ അവിടെ ഒരു വർക്കേഴ്സിൻ്റെ ഒന്നും അത്രയ്ക്ക് ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിൽ അവർ പറയുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് തൊഴിലാളികളെ എത്രത്തോളം ആവശ്യമാണ് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു ഇൻഫ്ലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നതിനൊപ്പം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൂടുന്നതിനെയാണ് പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേജ് പുഷ് ഇൻഫ്ലേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ലാഭം എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഇൻഫ്ലേഷൻ വരുന്നതിനെയാണ് മറ്റൊരു ടൈപ്പായിട്ട് പറയുന്നത്. അതായത് ഓരോ കമ്പനീസും എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിപണികളിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ചെലവിനേക്കാളും വില വർദ്ധിപ്പിക്കുകയാണ്. അതായത് ആ ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്രയും സ്ട്രോങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോസ്റ്റ്, ഇപ്പോൾ ഒരു ബാഗ് ഉണ്ടാക്കുന്നു, ആ ബാഗ് ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനേക്കാളും ഡബിൾ ഇരട്ടിയായിട്ട് അവർ വില വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, പൊതുവെ അവിടെ വില ഉയരുന്നു. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് റിലേറ്റ് ചെയ്ത് വേറെ കമ്പനികളൊന്നും ബാഗ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്താണ്, നമ്മളൊരു മോണോപ്പൊളി ആയിട്ട് മാറുകയാണ്. അപ്പോൾ മത്സരം കുറവുള്ള, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മോണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന വിപണികളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു എന്നാണ് വേജ് പുഷ് ഇൻഫ്ലേഷനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്. ഫസ്റ്റ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ പറഞ്ഞു, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ഡിഫറൻസ് മൂലം. അതുപോലെ വേജ് പുഷ് ഇൻഫ്ലേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ പറഞ്ഞു. പ്രോഫിറ്റ് മൂലം നമ്മൾ ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥ, അതായത് വില കൂടുന്ന അവസ്ഥ, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ട്സിന് വില കൂടുന്ന അവസ്ഥ, മണി സർക്കുലേഷൻ കൂടുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മോണോപ്പൊളി അല്ലെങ്കിൽ ഒളിഗോപോളി റിലേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിലാണ് ഇത് സാധാരണ ആയിട്ട് ഈ ഒരു വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നു മിക്സഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മിക്സഡ് ഡിമാൻഡ് പുൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. അതായത് മിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ എന്നറിയപ്പെടുന്നതാണ്. അതായത് ഡിമാൻഡ് പുള്ളും അതുപോലെ തന്നെ കോസ്റ്റ് പുഷ് ഘടകങ്ങൾ മൂലമുണ്ടാവുന്ന ഒരു ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിക്സഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള തിങ്കേഴ്സ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ മിക്സഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് പുള്ളും അതുപോലെ നമ്മുടെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻസും കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഘടകങ്ങൾ മൂലം ഉണ്ടാവുന്നതാണ് നമ്മുടെ ഇൻഫ്ലേഷൻ, മിക്സഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. For example, if there is excess demand without any cost push factors, prices go up. അതായത് അതായത് കോസ്റ്റ് എന്ന് പറയുന്ന വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഇല്ലാതെ തന്നെ അവിടെ ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ വില ഉയരുമെന്നും, അതുപോലെ തന്നെ ഉയർന്ന ഒരു വലിയ വേതനത്തിലേക്ക് നയിക്കുന്നു, അതായത് ഉയർന്ന വില എന്ന് പറയുന്നത് ഉയർന്ന വേതനത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഈ ഒരു ഉയർന്ന വേജ് എന്ന് പറയുന്നത് അവിടെ വലിയ തരത്തിലുള്ള ചെലവുകൾ മൂലമല്ല ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതായത്
മിക്സഡ് ആണല്ലോ ഇത്, ഡിമാൻഡ് പുള്ളും നമ്മുടെ കോസ്റ്റ് പുഷും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ തരത്തിൽ ചിലവ്, അതായത് നമ്മുടെ കോസ്റ്റ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യാണ്, അത്രയും ഡിമാൻഡ് കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ കോസ്റ്റിൽ ചേഞ്ച് ഒന്നുമില്ല, പക്ഷെ ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഉയരുകയും ചെയ്യും. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഉയർന്ന പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഉയർന്ന വേതനത്തിലേക്ക് നയിക്കും. അതായത് ഒരു പ്രൊഡക്റ്റിന് അത്രയും പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം ഉയർന്ന വേതനത്തിലേക്ക്, അതായത് വേജിലേക്ക് കൂടി നയിക്കുന്നു. പക്ഷേ ഈ ഒരു വേജ് ഇൻക്രീസ് ആവുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വലിയ തരത്തിലുള്ള ചെലവുകൾ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയതുകൊണ്ടല്ല ഇവിടെ ഈ ഇത്തരത്തിലുള്ള വില വന്നത്. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ഓൺ ദി അതർ ഹാൻഡ് ഇൻഫ്ലേഷൻ ക്യാൻ ഓൾസോ ഹാപ്പൻ ബിക്കോസ് ഓഫ് ഹയർ വേജസ്. ഉയർന്ന വേതനം കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ സംഭവിക്കാം. ഇത് എന്ത് ചെയ്യും, ഉയർന്ന തരത്തിലുള്ള പ്രൈസിലേക്ക് നയിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് വർദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഫ്ലേഷൻ തുടരില്ല. അതായത് നമ്മൾ പറയണു ഉയർന്ന വേതനം, ഉയർന്ന വേജ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉയർന്ന വേജ് കൊടുക്കുന്നു. ഉയർന്ന വേജ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, സാധാരണയായിട്ട് അതിന് വില കൂടും. വില കൂടുമ്പോൾ അവിടെ എന്താണ്, ഇൻഫ്ലേഷൻ സംഭവിക്കും. പക്ഷേ ആ ഉയർന്ന വിലയ്ക്കനുസരിച്ചിട്ട് വാങ്ങാൻ ആളില്ല, അല്ലെങ്കിൽ ആ ഡിമാൻഡ് ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ നിൽക്കൂല, അതായത് ഇൻഫ്ലേഷൻ തുടരില്ല. ആദ്യത്തെ ഒരു ഹൈപ്പ് ഉണ്ടെങ്കിലും പിന്നെ ഈ സാധനങ്ങൾ വാങ്ങാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവുക, അതാണ് അതിൽ പറയുന്നത്. അതുപോലെ ഡിമാൻഡ് പുള്ളും ഈ ഒരു കോസ്റ്റ് പുഷുമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്ലേഷന് കാരണമാകാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വരികയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ മിക്സഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് കോമ്പറ്റീറ്റേഴ്സ് അല്ല, പക്ഷേ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുന്നതിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ നിലനിർത്തുന്നു എന്നാണ് മിക്സഡിൽ പറയുന്നത്. അപ്പോൾ മിക്സഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് പുഷും അതുപോലെ തന്നെ ഈ ഒരു ഡിമാൻഡ് പുള്ളുമായിട്ടുള്ള ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലേഷൻ ആണ് എന്ന് മറക്കരുത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്ടറൽ ഡിമാൻഡ് ഷിഫ്റ്റ് തിയറി ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സെക്ടറൽ ഡിമാൻഡ് ഷിഫ്റ്റ് തിയറി എന്ന് പറയുന്നത് ചാൾസ് ഷൂട്ട്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിനനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ് സെക്ടറൽ എന്നുള്ളതാണ്. അതായത് സെക്ടേഴ്സ്, പലതരത്തിലുള്ള സെക്ടേഴ്സ് നമ്മുടെ എക്കോണമിയിലുണ്ട്. അതുകൊണ്ട് ഈ പല സെക്ടേഴ്സിലും ഉണ്ടാവുന്ന പ്രൈസിൻ്റെ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് സെക്ടറൽ ഡിമാൻഡ് ഷിഫ്റ്റ് തിയറി ഓഫ് ഇൻഫ്ലേഷനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു സെക്ടറൽ ഡിമാൻഡ് ഷിഫ്റ്റ് തിയറി ഓഫ് ഇൻഫ്ലേഷനിൽ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ, അതായത് എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ, വിലക്കയറ്റം ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മാർക്കറ്റ് എന്ന് പറയുന്നു. ആ വലിയ മാർക്കറ്റിൽ പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യും സെല് ചെയ്യും ഗുഡ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് ആവട്ടെ, ക്ലോത്ത്സ് ആവട്ടെ, ഗാഡ്ജറ്റ്സ് ആവട്ടെ, അങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം തന്നെ വാങ്ങുകയാണ്, അല്ലെങ്കിൽ വെൻ ലോട്ട് ഓഫ് പീപ്പിൾ വാണ്ട് ടു ബൈ തിങ്സ് എന്ന് പറയുന്നത് അവിടെ ഇൻക്രീസ് ചെയ്യാണ്, അതിൻ്റെ ഒരു ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടെണ്ണം അവിടെ വാങ്ങാനും ഉണ്ടാവില്ല, ലിമിറ്റഡ് സപ്ലൈയും ആയിരിക്കും. അതുകൊണ്ട് അവിടെ പ്രൈസ് ഗോ അപ്പ്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം അല്ലേ, ഇതാണ് കോസസ് ഓഫ് ഇൻഫ്ലേഷനിൽ പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധനം തന്നെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, അവിടെ ലിമിറ്റഡ് സപ്ലൈ ആവുന്നു, അവിടെ ഒരു ഇൻഫ്ലേഷനിലേക്ക് പോകുന്നു, പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട്. ഇനി ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഡിഫറെൻറ്റ് പ്രൈസസ് വരുന്നുണ്ട്. അതായത് എക്കോണമീനെ നമുക്ക് ഒരു വീടിൻ്റെ പല പല റൂമുകളായിട്ട് തിരിക്കാം. അതായത് ഒരു എക്കോണമീനെ ഒരു വീട്ടിൽ കുറേ റൂമുകൾ ഉണ്ടാവും അല്ലേ, അതേപോലെ എക്കോണമീനെ പല പല റൂമുകളായിട്ട് തിരിക്കുന്നതാണ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി സംടൈംസ് ഓൺലി വൺ റൂം ഗെറ്റ് ക്രൗഡഡ് എന്ന് പറയാം. അതായത് ഒരു വീട്ടിൽ നിറയെ ഒരു വീട്ടിൽ ഒരു റൂമിൽ മാത്രം AC ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ചൂട് കാലത്ത് അവിടെ എന്ത് ചെയ്യും, ആളുകൾ എല്ലാവരും കൂടി ചേർന്നിരിക്കും. അവിടെ എന്താവും, ക്രൗഡഡ് ആവും, അതായത് മോർ ഡിമാൻഡ് വരും. പക്ഷേ മറ്റേതെന്ന് പറയുന്നത് അതേപോലെ തന്നെ നിൽക്കുന്നു, അതായത് അതിൽ എത്ര ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതെന്ന് പറയുന്നത് സ്റ്റേ ക്വയറ്റ് എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു റൂമിനെന്ന് പറയുന്നത് മോർ ക്രൗഡഡ് വരികയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആപ്പിൾ വേണം, അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, പ്രൈസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് മറ്റ് സെക്ടേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആവട്ടെ, ഇപ്പോൾ നമ്മുടെ TVs അങ്ങനെയൊക്കെ പറയാമല്ലോ, ഇതൊക്കെ തന്നെ സ്റ്റേ ദ സെയിം. അത് മുമ്പ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ നിൽക്കും. പക്ഷേ ചില സെക്ടേഴ്സിൽ ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് കൂടുകയും അവിടെ പ്രൈസ് ഗോ അപ്പ് ചെയ്യും. അതായത് മറ്റൊരു സെക്ടറിൽ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് വരുന്നു, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടുള്ള വോൺസ് വരുന്നു. ഇതാണ് ഡിഫറെൻറ്റ് സെക്ടറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് വരുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം.
So the structural demand shift theory of inflation proposed by Charles Schulz suggested that when demand changes in certain part of the economy, it affect prices and wages. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എക്കോണമിയിൽ ഡിമാൻഡിലുണ്ടാവുന്ന ചേഞ്ചസ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് പ്രൈസിനെയും വേജസിനെയും ഒരു എഫക്റ്റ് ചെയ്യുന്നു. ഇഫ് ഡിമാൻഡ് ഇൻക്രീസസ് ഇൻ സം സെക്ടേഴ്സ്, അതായത് എക്സ്പാൻഡിങ് സെക്ടേഴ്സിൽ ഡിമാൻഡ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പ്രൈസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ആൻഡ് ഡിക്രീസിങ് ഇൻ അതേഴ്സ് കോൺട്രാക്ടിങ് സെക്ടേഴ്സ് പ്രൈസസ് ആൻഡ് വേജസ് റൈസ് ഇൻ ദി എക്സ്പാൻഡിങ് സെക്ടേഴ്സ് വൈൽ സ്റ്റേയിങ് ഹൈ ആൻഡ് നോട്ട് ഫോളിങ് ഇൻ ദ കോൺട്രാക്ടിങ് സെക്ടേഴ്സ്. അതായത് എക്സ്പാൻഡ് ചെയ്യുന്ന, അതായത് ഡിമാൻഡ് കൂടുന്ന സെക്ടേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസും വേജും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്, ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സെക്ടേഴ്സ്, കോൺട്രാക്ടിങ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് മറ്റ് സെക്ടേഴ്സ്, നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ പറഞ്ഞപ്പോൾ ഇലക്ട്രോണിക് സെക്ടർ പറഞ്ഞില്ലേ, അപ്പോൾ ഇലക്ട്രോണിക് സെക്ടറിൽ സ്റ്റേ ദ സെയിം എന്നല്ലേ പറഞ്ഞു, അതുപോലെ ഈ കോൺട്രാക്ടിങ് സെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നു. ദിസ് ലീഡ്സ് ടു ആൻ ഓവറോൾ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ആൻഡ് വേജസ്. അപ്പോൾ ഇത് ഓവറോൾ ആയിട്ടുള്ള പ്രൈസിലും വേജസിലും ഇൻക്രീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നു. ചേഞ്ചസ് ഇൻ consumer preferences, government spending, the size of government spending or new technology can all cause shift in demand patterns. അപ്പോൾ ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും. ഒന്ന് കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് ആയിരിക്കാം, നമ്മുടെ പ്രിഫറൻസ് എന്ത് വാങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് പ്രിഫറൻസ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സൈസ് ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്, പുതിയ ടെക്നോളജി വരുമ്പോൾ, അങ്ങനെ പലതരത്തിൽ ഡിമാൻഡ് പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കുന്നു. വെൻ ഡിമാൻഡ് ഗോസ് അപ്പ് ഇൻ സർട്ടൻ സെക്ടേഴ്സ് പ്രൈസസ് ഇൻ ദോസ് സെക്ടേഴ്സ് റൈസ്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സെക്ടറിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, പ്രൈസ് ഗോ അപ്പ് ചെയ്യും. മറ്റ് സർട്ടൻ സെക്ടേഴ്സ് എന്ത് ചെയ്യും, അതേപോലെ തന്നെ നിൽക്കും. ബിസിനസ്സസ് became more profitable, so they hire more workers and pay them more. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞു, അഗ്രികൾച്ചർ സെക്ടറിൽ എല്ലാവർക്കും അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ കൂടുതലായിട്ടുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, വേജസിലേക്ക് ഒരുപാട് എമൗണ്ട് പോകുന്നു, നല്ലൊരു എമൗണ്ട് പേ ചെയ്യുന്നു. ഇവൻച്വലി ദീസ് ഹയർ പ്രൈസസ് ആൻഡ് വേജസ് സ്പ്രെഡ് ടു അതർ സെക്ടേഴ്സ്. അപ്പോൾ ഇവൻച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു സെക്ടറിൽ ഇങ്ങനെ ഇൻക്രീസ് ആവുന്ന സമയത്ത് മറ്റ് സെക്ടേഴ്സിലേക്കും ഈ ഒരു പ്രൈസും വേജും ഒക്കെ തന്നെ എന്ത് ചെയ്യും, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. either because workers in other demand higher wages too, or because business in those sectors rise price to cover their higher cost. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മറ്റ് സെക്ടേഴ്സിലേക്ക് എന്ത് ചെയ്യാണ്, ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് ബിസിനസ് സെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹയർ കോസ്റ്റിലേക്ക് എത്തുന്നു. ദിസ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ അക്രോസ് എൻറ്റയർ എക്കോണമി. അപ്പോൾ ഇങ്ങനെയാണ് എൻറ്റയർ എക്കോണമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. അതായത് മറ്റ് മേഖലകളിലെ തൊഴിലാളികളും ഉയർന്ന തരത്തിലുള്ള വേജ് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആ മേഖലകളിലെ ബിസിനസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഉയർന്ന തരത്തിലുള്ള കോസ്റ്റുകൾ നികത്താൻ വേണ്ടിയിട്ട് അവർ പ്രൈസ് ഉയർത്തും. അങ്ങനെ മുഴുവൻ എക്കോണമിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു എന്നാണ് സെക്ടറൽ ഡിമാൻഡ് ഷിഫ്റ്റ് തിയറി ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെക്ടേഴ്സിൽ ഉണ്ടാവുന്ന ഡിമാൻഡ് കാരണം ഉണ്ടാവുന്ന ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്നതും അതൊരു ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നതും അത് മറ്റ് സെക്ടേഴ്സിലേക്ക് പോകുന്നതും അത് ഓവറോൾ എക്കോണമിയിൽ ഒരു ഇൻഫ്ലേഷനെ നയിക്കുന്ന ഒരു കാരണമാണ് നമ്മൾ ദ സെക്ടറൽ ഡിമാൻഡ് ഷിഫ്റ്റ് തിയറി ഓഫ് ഇൻഫ്ലേഷനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മിർഡാളും സ്ട്രീറ്റിയും കൂടിയിട്ടാണ്. ഇൻഫ്ലേഷൻ ഈസ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ്, അതായത് LDCസിലെ ലെസ് ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നവർ. ഡ്യൂ ടു സ്ട്രക്ചറൽ ഇംബാലൻസ് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന അസന്തുലിതാവസ്ഥ, അതായത് ഘടനാപരമായിട്ടുള്ള രീതിയിലുള്ള അസന്തുലിതാവസ്ഥയ്ക്കും അവരുടെ വീക്ക്നെസ്സിനെസ്സും, അതായത് നമ്മുടെ ബലഹീനതകൾ കാരണമൊക്കെ തന്നെ ഈ ഒരു LDCസിലെ ലെസ് ഡെവലപ്ഡ് കൺട്രീസിലുണ്ടാവുന്ന ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മിർഡാലും സ്ട്രീറ്റനും എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ ഒരു കൺട്രിയുടെ സ്ട്രക്ചറൽ ഘടനാപരമായിട്ടുള്ള തരത്തിലുള്ള ഇംബാലൻസിനും വീക്ക്നെസ്സിനും കാരണമാവുന്ന ലെസ് ഡെവലപ്ഡ് കൺട്രീസിനുണ്ടാവുന്ന ഇൻഫ്ലേഷൻ ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസോഴ്സ് ഗ്യാപ്പിനെ കുറിച്ചിട്ടാണ്. LDC rely heavily on government spending to industrialize their economies, but they struggle to gather enough resource through taxes, public borrowing and profits. റിസോഴ്സുകൾ എന്ന് പറയുന്നതിൽ ഉണ്ടാവുന്ന വ്യത്യാസം. LDCs അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ എക്കോണമീനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ, അതായത് വ്യവസായവൽക്കരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആശ്രയിക്കുന്നത് അവിടുത്തെ സർക്കാരിനെയാണ്. അതായത് അവർക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, ഗവൺമെൻറ്റിനെയാണ്, അതായത് സർക്കാരിൻ്റെ ചിലവിനെയാണ് അവർ വളരെയധികം ആശ്രയിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? റിസോഴ്സസിന് വേണ്ടിയിട്ട്.
ബട്ട് ദേ സ്ട്രഗിൾ ടു ഗ്യാദർ ഇനഫ് റിസോഴ്സസ് ത്രൂ ടാക്സസ്, പബ്ലിക് ബോറോവിങ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പോൾ പലതരത്തിലുള്ള ലാഭത്തിലൂടെയും അതുപോലെ പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യുന്നതിലൂടെയോ ടാക്സസിലൂടെയൊക്കെ തന്നെ റിസോഴ്സസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദിസ് ലീഡ്സ് ടു എക്സസീവ് പ്രിൻറ്റിംഗ് ഓഫ് മണി ടു കവർ ഡെഫിസിറ്റ് വിത്ത് ഫ്യൂവൽസ് ഇൻഫ്ലേഷൻ. ദിസ് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ് ഈസ് ടു റൂട്ട് കോസ്. അപ്പം ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അമിതമായിട്ടുള്ള രീതിയിൽ പണം അച്ചടിക്കുന്നതിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ പണം അച്ചടിച്ചുകൊണ്ട് അവർ മണി സർക്കുലേറ്റ് ചെയ്യുകയാണ് സൊസൈറ്റിയിൽ. അതിലൂടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നു. അങ്ങനെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഇൻഫ്ലേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള റിസോഴ്സസിൻ്റെ അഭാവം മൂലം എന്ത് ചെയ്യാണ്, ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ റിസോഴ്സസിൻ്റെ അഭാവം, അതായത് വിഭവങ്ങളുടെ അഭാവം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെയും അതേപോലെ മറ്റ് കാര്യങ്ങളെയൊക്കെ തന്നെ ആശ്രയിക്കുന്നതിൽ നിൽക്കുന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് എക്സ്പെൻഡിച്ചർ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ നികുതിയോ പബ്ലിക് ബോറോവിങ്ങോ ലാഭമൊന്നുമിലൂടെ ഒന്നും ഇവർക്ക് റിസോഴ്സസ് ലഭിക്കാതെ വരുമ്പോൾ എവിടെ, LDCസിലെ ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ അവരെന്ത് ചെയ്യും, ഈ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് അമിതമായിട്ട് പണം അച്ചടിക്കുന്നു. ഇത് സൊസൈറ്റിക്ക്, അതായത് എക്കോണമിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യാൻ വിടുന്നു. ഇത് ഇൻഫ്ലേഷന് കാരണമാകുന്നു എന്നാണ് റിസോഴ്സ് ഗ്യാപ്പിന് പറയാനുള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ ഇൻഫ്ലേഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെസ് ഡെവലപ്ഡ് നേഷൻസിൽ ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലൊക്കെ സംഭവിക്കുന്നു, അതിൻ്റെ സ്ട്രക്ചർ ആയിട്ടുള്ള ഇംബാലൻസിനും അതുപോലെ വീക്ക്നെസ്സും ഒക്കെ തന്നെ ഏത് തരത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മുടെ മിർഡാലും സ്ട്രീറ്റിനും കൂടി വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള റിസോഴ്സ് ഗ്യാപ്പ് വരുന്നത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് ഫുഡ് ബോട്ടിൽ നെക്കിനെ കുറിച്ചിട്ടാണ്. LDCs face challenges in increasing food production to match population growth and urbanization due to issues like unequal and land ownership, technological backwardness and low agricultural investment. അതായത് അൺഈക്വൽ ആയിട്ടുള്ള ലാൻഡ് ഓണർഷിപ്പും അതുപോലെ ഈ ടെക്നോളജീസിലൊക്കെ ഉണ്ടാവുന്ന പിന്നോക്കാവസ്ഥ, അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം. അതിനുശേഷം LDCയിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യാ വളർച്ചയാണ്. അതുപോലെ നഗരവൽക്കരണത്തിനും പിന്നെ ഈ ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ജനസംഖ്യയ്ക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള അത്രയും പ്രൊഡക്ഷൻ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, LDCs അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് നേരിടുന്ന ചലഞ്ചസ് ആണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതുപോലെ ഒരുപാട് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഭക്ഷ്യക്ഷാമം, ഇതൊക്കെ തന്നെ രൂക്ഷമാവുകയാണ് അവരുടെ ഒരു ഇക്കോണമീനെ സംബന്ധിച്ച്. അപ്പോൾ പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ തന്നെ വില വർദ്ധിക്കുന്നതിനും ഇൻഫ്ലേഷനും ഒക്കെ തന്നെ കാരണമാവുന്ന ഇത്തരം പ്രശ്നങ്ങളാണ്. കാരണം ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാർഷിക നിക്ഷേപമൊന്നുമില്ല. അപ്പോൾ ജനസംഖ്യ വളർച്ച കൂടുതലാണ്, നഗരവൽക്കരണം കൂടുതലാണ്. അപ്പോൾ ഈ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭക്ഷ്യോൽപാദനം നടക്കുന്നില്ല. അത് എത്ര ആൾക്കാരുണ്ടോ അത്രയും അധികം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ എല്ലാത്തിനും, ഇപ്പോൾ റിസോഴ്സസിനും എല്ലാത്തിനും ഷോർട്ടേജ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും, ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ തന്നെ, ഇപ്പോൾ ഫുഡ് ബോട്ടിൽ നെക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ തന്നെ വില എന്ന് പറയുന്നത് ഈ ട്രേഡേഴ്സൊക്കെ പറയുന്നത് വളരെയധികം വർദ്ധിപ്പിക്കുകയും ഇതൊക്കെ തന്നെ ഇൻഫ്ലേഷന് കാരണമാകുന്നു എന്നാണ് ഫുഡ് ബോട്ടിൽ നെക്കിനകത്ത് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് ഈ LDCസിൻ്റെ ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള വികസനത്തിന് ഒരുപാട് തരത്തിലുള്ള ക്യാപിറ്റൽസും അതുപോലെ അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ ഇറക്കുമതി ചെയ്യണം. കാരണം നമ്മളെ സംബന്ധിച്ച്, അതായത് ഒരു LDC, അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീനെ സംബന്ധിച്ച് അവിടെ റിസോഴ്സസ് കുറവായിരിക്കും, റോ മെറ്റീരിയൽസ് കുറവായിരിക്കും, എല്ലാം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അസംസ്കൃത വസ്തുക്കളടക്കം അതുപോലെ ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ളൊരു ചിലവ് എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുകയും പരിമിതമായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മുടെ കയ്യിൽ റിസോഴ്സസ് വളരെ കുറവായതുകൊണ്ട് കയറ്റുമതി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്നത് പലതരത്തിൽ ഇറക്കുമതി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലും കയറ്റുമതി എന്ന് പറയുന്നത് വളരെ കുറവുമാവുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ ഈ LDCസിനെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇവർക്ക് മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ടൊക്കെ തന്നെ മത്സരിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അടിപൊളിയായിട്ട് പ്രൊഡക്ട്സുകൾ ഇറക്കുന്ന, അല്ലെങ്കിൽ നല്ല റിസോഴ്സസ് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിൽ ലെസ് പ്രൈസിനൊക്കെ കൊടുക്കുന്ന ഒരുപാട് തരത്തിലുള്ള നേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇവർക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഇവർക്ക് അങ്ങനെ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ
ഫോറിൻ എക്സ്ചേഞ്ചിലൊക്കെ തന്നെ ഷോർട്ടേജ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ ഇറക്കുമതി എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ഉയർന്ന വിലയിലൂടെ നമ്മൾ ഇറക്കുമതി ചെയ്യപ്പെടുകയും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ മൂല്യം എന്ന് പറയുന്നത്, നമ്മുടെ പണത്തിൻ്റെ മൂല്യം എന്ന് പറയൊക്കെ തന്നെ തകർച്ചയിലേക്കും ഇത് പണപ്പെരുപ്പത്തിനും കാരണമാവുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നമ്മുടെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാകത്തിന് നല്ലൊരു സാധനം നല്ലൊരു വിലയ്ക്ക്, അതായത് നല്ല ലോ പ്രൈസിന് നല്ല ക്വാളിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് റിസോഴ്സസും ഇല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടുതലാണ്. എന്നിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവിടെ ഒരിക്കലും ഒരു LDCസിന് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല മറ്റ് കോമ്പറ്റീറ്റേഴ്സിന്, ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കാരണമാകുമ്പോൾ ഇറക്കുമതി എന്ന് പറയുന്നത് പ്രൈസ് കൂടുതലാണ്. കാരണം നമ്മൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നതാണ്. അപ്പോൾ ഒരു LDCനെ സംബന്ധിച്ച് അവിടുത്തെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് കുറയുകയാണ്. അപ്പോൾ മൂല്യ തകർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്. ഇതെന്തിനു വേണ്ടി കാരണമാവുന്നു, ഇൻഫ്ലേഷന് കാരണമാവുന്നു. അപ്പോൾ മൂല്യം തകരുന്നതിലൂടെ ഉയർന്ന വിലയാണ് അവിടെ വരുന്നത്. ഇത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂല്യം തകരുമ്പോൾ അവിടെ ഉയർന്ന വിലയിലേക്കും അത് ഇൻഫ്ലേഷനും കാരണമാകുന്നു എന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് ബോട്ടിൽ നെക്കിൽ പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽ നെക്സ് ആണ്. ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽ നെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പവർ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ചലഞ്ചസ് ഹിൻഡർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ LDCs. അപ്പോൾ വൈദ്യുതി റിലേറ്റ് ചെയ്തിട്ട്, ട്രാൻസ്ഫോർമേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഒക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് തടസ്സമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണെന്നും അതുപോലെ സർക്കാരുകൾക്ക് ഒരിക്കലും ഇൻഫ്രാസ്ട്രക്ചറിൽ വേണ്ടത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നും ഇത് ടോട്ടലായിട്ടുള്ള ഒരു എക്കോണമിയുടെ തളർച്ചയെ, അതായത് എക്കോണമിയുടെ ഒരു വളർച്ചയെ ബാധിക്കുകയും ഒരു തളർച്ചയിലേക്ക് എത്തുകയും അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയ്ക്കുകയും ഇതിന് കാരണമാവുന്നു. ഇതൊക്കെ തന്നെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്താണ് ഉണ്ടാവുന്ന, പ്രൊഡക്ട്സുകൾ എന്ന് പറയുന്നത് കുറയുന്നു. പ്രൊഡക്ട്സുകൾ കുറയുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, അതിന് ഡിമാൻഡ് കൂടുകയും അത് ഇൻഫ്ലേഷന് കാരണമാകുന്നു എന്നാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽ നെക്സിൽ പറയുന്നത്. സോ ഓവറോൾ ആയിട്ട് നമ്മൾ ഇതിനകത്ത് റിസോഴ്സ് ഗ്യാപ്പ്, അതുപോലെ ബോട്ടിൽ നെക്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ബോട്ടിൽ നെക്ക്, ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. റിസോഴ്സസിൽ LDCസിൽ അവർക്ക് ഉണ്ടാവുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും. അപ്പോൾ ഈ ഒരു കമ്മി നികത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പണം അച്ചടിക്കും. അതിലൂടെ എന്ത് ചെയ്യും, ഇൻഫ്ലേഷന് കാരണമാവുമെന്ന് പറഞ്ഞു. ഫുഡ് ബോട്ടിൽ നെക്കിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും LDCസിൽ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെയധികം കൂടുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. കാരണം റിസോഴ്സസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള ട്രേഡേഴ്സ് പൂഴ്ത്തിവെപ്പും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പണപ്പെരുപ്പത്തിന്, അതായത് ഇൻഫ്ലേഷന് കാരണമാകുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് ബോട്ടിലേക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കയറ്റുമതി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കുറവായിരിക്കും, ഇറക്കുമതി കൂടുതലായിരിക്കും. കാരണം ക്യാപിറ്റലും റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാത്തിടത്തോളം കാലം നമ്മുടെ രൂപയുടെ അല്ലെങ്കിൽ നമ്മുടെ നാണ്യത്തിൻ്റെ വില എന്ന് പറയുന്നത് തകരുകയാണ്. അപ്പോൾ മൂല്യം എന്ന് പറയുന്നത് തകരുന്നതിലൂടെ വില എന്ന് പറയുന്നത് കൂടുകയും അതിനനുസരിച്ചിട്ട് പണപ്പെരുപ്പത്തിലേക്ക് അത് നയിക്കുന്നു എന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് ബോട്ടിൽ നെക്കിൽ പറഞ്ഞത്. ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽ നെക്സിൽ പറഞ്ഞത് നമ്മുടെ LDCസിലെ ഗവൺമെൻറ്റ്സിനൊന്നും വലിയ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി കഴിയില്ല. ഇത് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെ ബാധിക്കുകയും അവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയുകയും ഇത് ഇൻഫ്ലേഷന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു എന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽ നെക്കിൽ പറയുന്നത്. ഇനി ഇത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. ഇൻഫ്ലേഷൻ കംസ് വിത്ത് സെവറൽ കോസ്റ്റ് ദ ഹാം ദ എക്കോണമി. അതായത് നമ്മുടെ എക്കോണമീനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്ന നിരവധി ചെലവുകളുമായിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെലവുകളിലൂടെയാണ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എക്കോണമിയിലെ എന്നാണ് നമ്മളിത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷനകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ പർച്ചേസിങ് പവർ ആണ്. ഈ നമ്മുടെ വാങ്ങൽ ശേഷി എന്ന് പറയുന്നത് കുറയ്ക്കൽ എന്നാണ് പറയുന്നത്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മോഡിറ്റീസിൻ്റെയും സർവീസസിൻ്റെ ഒക്കെ തന്നെ ഇതിനെയൊക്കെ തന്നെ കുറച്ചുകൂടി കൂടുതൽ ചെലവേറിയതാക്കുകയാണ്. അതായത് കുറച്ചുകൂടി അത് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണത്തിനുള്ള വാങ്ങൽ ശേഷി എന്ന് പറയുന്നത് കുറയുകയാണ്. അതായത് ആദ്യം നമുക്ക് 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊരു സാധനം വാങ്ങാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു കിലോ എന്തെങ്കിലും 1 കിലോ ഓറഞ്ചെന്നോ ആപ്പിളെന്നോ എടുക്കാം. അത് ഒരു 100 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടി നമുക്ക് ആദ്യം പറ്റുമായിരുന്നു. പക്ഷേ ഈ വാങ്ങൽ ശേഷി കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ ഈ 1 കിലോ
ഓറഞ്ചിന് 200 രൂപയാവും. അപ്പോൾ നമ്മുടെ പണത്തിൻ്റെ വാങ്ങൽ ശേഷി എന്ന് പറയുന്നത് കുറയാണ്. 100 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സാധനം നമ്മൾ 200 രൂപ കൊടുക്കുകയാണ്. അങ്ങനെ ആളുകളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കാരണമാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ റിഡക്ഷൻ ഇൻ ദ പർച്ചേസിങ് പവർ, നമ്മുടെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് കുറയാണ്. Make goods and services more expensive, reducing the purchasing power of money and lowering people's overall standard of living. ഇതാണ് മൊത്തത്തിൽ ജീവിത നിലവാരം കുറയാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് ആണ്. ഈ വരുമാനത്തിനുണ്ടാവുന്ന ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ ഇൻഫ്ലേഷൻ അഫക്ട്സ് ഹൗ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദോസ് ഓൺ ഫിക്സഡ് ഇൻകം സഫർ ആസ് ദെയർ പർച്ചേസിംഗ് പവർ ഡിക്രീസസ് വെൻ പ്രൈസ് റൈസ് ഫാസ്റ്റർ ദാൻ ദെയർ ഇൻകം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വരുമാനത്തെക്കാൾ വേഗത്തിലാണ് നമ്മുടെ പ്രൈസ് ഉയരുക. നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് സ്ഥിര വരുമാനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് അയാൾക്ക് മാസം ഒരു 50,000 രൂപ കിട്ടുകയെന്ന് വിചാരിക്കും. അത് സ്ഥിര വരുമാനമാണ്, വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലൊരു പണപ്പെരുപ്പം വരികയാണ്, അതായത് ഇൻഫ്ലേഷൻ വരികയാണ്. ഇങ്ങനെ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്ഥിര വരുമാനം പറയുന്നത് 50,000 രൂപ തന്നെയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 1 കിലോ ഓറഞ്ച് അയാൾക്ക് 100 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അയാൾക്ക് 200 രൂപയ്ക്ക് എന്ത് ചെയ്യണം, 1 കിലോ ഓറഞ്ച് വാങ്ങേണ്ട അവസ്ഥയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വരുമാനം എന്ന് പറയുന്നത് വിതരണം ചെയ്യുന്ന രീതി എന്ത് ചെയ്യുന്നുണ്ട്, പണപ്പെരുപ്പം ബാധിക്കുന്നുണ്ട്. വരുമാനത്തേക്കാൾ വേഗത്തിലാണ് പ്രൈസ് എന്ന് പറയുന്നത് കൂടുക. വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇൻഫ്ലേഷൻ സംഭവിച്ചു എന്നാൽ പിന്നെ 50,000 എന്നുള്ളത് നിങ്ങൾക്ക് 80,000 ആക്കി തരട്ടെ എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അങ്ങനെ വില ഉയരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, വാങ്ങൽ ശേഷി എന്ന് പറയുന്നത് കുറയുന്നതിനാൽ സ്ഥിര വരുമാനമുള്ളവർ വളരെയധികം കഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഷൂ ലെതർ കോസ്റ്റുകളെ കുറിച്ചിട്ടാണ്. ഈ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് കുറയാണല്ലോ. ഇതെന്ന് പറയുന്നത് പണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പതിവായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. അതായത് ഇങ്ങനെ പണപ്പെരുപ്പം കൂടുമ്പോൾ നമ്മുടെ മൂല്യം കുറയാണ്. മൂല്യം കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വില കൂടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളപ്പോൾ ഫിക്സഡ് ആയിട്ടിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ തന്നെ പണം എന്ന് പറയുന്നത് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്, പതിവായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഷൂ ലെതർ കോസ്റ്റുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ ഒരു അധിക പരിശ്രമമാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഒഴിവ് സമയമോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ക്വാളിറ്റി ടൈമോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നിന്നോ സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. അത് കുറച്ചുകൂടി പഴയ തിയറിയാണ്. അതുകൊണ്ടാണ് ഷൂ ലെതർ കോസ്റ്റുകൾ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ടൈമിന് എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ കാരണം നമ്മുടെ ഒരു ടൈം എന്ന് പറയുന്നത്, അധിക പരിശ്രമം എന്ന് പറയുന്നത് വരികയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ചുമ്മാ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഷൂ ലെതർ കോസ്റ്റുകൾ പൊതുവേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറില്ല. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മെനു കോസ്റ്റുകളാണ്. അതായത് ഇൻഫ്ലേഷൻ കാരണം വില എന്ന് പറയുന്നത് ക്രമീകരിക്കേണ്ടി വരികയാണ്. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ നമ്മൾ കൊടുക്കുന്ന ഐറ്റംസിൻ്റെയും വില കൂടും. അപ്പം മെനൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെയാണ് പല ബിസിനസ്സുകളിലും. ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലേഷൻ കാരണം ഇൻക്രീസ് ആവുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യാണ്, നമുക്ക് മെനൂസ് എന്ന് പറയുന്നത് മാറ്റേണ്ടി വരുന്നു, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിവായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ പ്രൈസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇത് ബിസിനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ചിലവ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് മെനു കോസ്റ്റുകളിൽ പറയുന്നത്. അടുത്തത് സ്ലോവർ ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് വളരെ മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പലതരത്തിലുള്ള റിസ്ക് ആയിട്ടുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. അതായത് ആളുകൾ എന്ത് ചെയ്യുകയാണ്, ദീർഘകാലത്തേക്ക് അതായത് ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇൻഫ്ലേഷൻ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തകരും, അല്ലെങ്കിൽ എക്കോണമി തകരും. ഇതൊക്കെ പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും, ദീർഘകാലത്തേക്ക് അവരെന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവില്ല. ചെറിയ ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള പദ്ധതികളിലാണ് അവർ നിക്ഷേപിക്കുക. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേമിലുള്ള നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ സാധ്യതകളെ കുറയ്ക്കുന്നു എന്നാണ് സ്ലോവർ ഇക്കണോമിക് ഗ്രോത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഇങ്ങനെ ഒരു എക്കോണമിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ മൂല്യം തകരുന്നു, വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അവർക്ക് ഒരുപാട് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലോങ് ടേമിലേക്ക് ഇടില്ല, ഷോർട്ട് ടേമിലേക്ക് ഇട്ട് വയ്ക്കും. ഈ ഷോർട്ട് ടേമിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ടേമിലുള്ള നമ്മുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നതിൻ്റെ സാധ്യതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. ഇനി ബ്രാക്കറ്റ് ക്രീപ്പ് പ്രോബ്ലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഇൻഫ്ലേഷനൊപ്പം വരുമാനം വർദ്ധിക്കുന്നതിനാൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, ഉയർന്ന ടാക്സുകളിലേക്ക് തള്ളിവിടുന്നതിലേക്ക് നയിക്കുകയാണ്. അതായത് ഒരു നികുതി സമ്പ്രദായത്തെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയ്ക്ക് ടാക്സ് അടയ്ക്കണമെന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷനൊപ്പം നമ്മൾ വരുമാനം കൂടി വർദ്ധിപ്പിക്കും. ഒരു സ്ഥിരമായിട്ട് കേസല്ല നമ്മൾ പറയുന്നത്. ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രാക്കറ്റ്സിലേക്ക് ആളുകളെ ഇത് തള്ളിവിടുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്ന അതേപടി നിലനിൽക്കുന്നുവെങ്കിലും കൂടുതൽ ആളുകളും എന്ത് ചെയ്യാണ്, ഉയർന്ന നികുതി അടയ്ക്കേണ്ടി വരികയാണ്. ഇത് അവരെ കൂടുതലായിട്ട് വഷളാക്കുന്നു അല്ലെങ്കിൽ വേഴ്സ് ഓഫ് ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് ക്രീപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവൻ ദോ റിയൽ ഇൻകം സ്റ്റേ ദ സെയിം, മോർ പീപ്പിൾ എൻഡ് അപ്പ് പേയിങ് ഹയർ ടാക്സസ് എന്നാണ്. പക്ഷേ ടാക്സസ് എന്ന് പറയുന്നത് പേ ചെയ്യേണ്ടി വരുന്നത് വളരെ ഹൈ കോസ്റ്റിലായിട്ട് മാറുന്നു എന്നാണ് ബ്രാക്കറ്റ് ക്രീപ്പ് പ്രോബ്ലത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ട് ദ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ അതായത് നമ്മുടെ എക്കോണമിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന നിരവധി ചെലവുകളുമായിട്ട് ഇൻഫ്ലേഷൻ എങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു 6 പോയിന്റ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്.